ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്ലീനിങ് റൂട്ടീൻ തന്നെയാണ് കാണിക്കുന്നത്. ക്ലീനിങ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈവനിങ്ങിലുള്ളൊരു ക്ലീനിങ് റൂട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഞാൻ ശനിയാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് സ്കൂൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിള്ളേർക്ക് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊരു കുട്ടി ഭയങ്കര കുറുമ്പൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഈവനിങ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു കുട്ടി ഉറങ്ങി എണീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഒരു ഈവനിങ് ആവും. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ള പ്രോസസ്സുകളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും കാണിക്കുന്നത് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞാത്തൊരവസ്ഥ. അപ്പോൾ ആ ടേബിളും പിന്നെ ചുറ്റുവട്ടവും ഒക്കെ ഭയങ്കര മെസ്സറ്റാകെ അഴുക്കായിട്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ തന്നെ വേണം കുറേ സമയം. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഈ വൃത്തിയാക്കൽ പ്രോസസ്സ് തന്നെയാണ് ഏകദേശം ഓൾമോസ്റ്റ് എപ്പോഴും. ഞാൻ പറഞ്ഞില്ല, ഇവള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഭാഗം വൃത്തിയാക്കുക തന്നെ 3 നേരം ഇത് എപ്പോഴും ചെയ്യേണ്ട ഒരു റൂട്ടീൻ പോലെയാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ പിള്ളേരുടെ അടുത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഓരോരോ സ്റ്റേജസ്സാണ്. ആദ്യം ഒരു കുട്ടിയുടെ ഹൈ ചെയർ ഉണ്ട്, ഹൈ ചെയറിന് കുറേ അടുക്കുണ്ടായിരിക്കും, അത് വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് ടേബിളുണ്ട്. അപ്പോൾ ടേബിളിൽ കുറേ കറികൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട്, അപ്പോൾ ചേട്ടനൊക്കെ ഫുഡ് കഴിച്ച് പോയിട്ട് കറികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമുക്ക് രാത്രിക്ക് ഉപയോഗിക്കണ മുന്നേ നമ്മളൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ അതിന് മുന്നേ അതിൽ സ്പൂണുകൾ മാറ്റണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ചെറുതാണെന്ന് വിചാരിച്ചാലും നമ്മളൊരു എന്താ പറയുക, അത് വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് മെയിനായിട്ട് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെപ്പോഴാണ് നമ്മുടെ അമ്മമാരൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ അമ്മമാരൊക്കെ എന്തൊരു കഷ്ടപ്പെടുണ്ടായിരിക്കും നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലത്തെ ജോലികളും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നോക്കിയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു കുട്ടീനെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര ചെറുതാണ്, അവളെ നോക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ 2-3 പിള്ളേരൊക്കെ ആയിട്ട് ഈ അമ്മമാർ എങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ടാവുന്നതൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ടേബിളൊക്കെ ഏകദേശം സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഒരു കുട്ടി ഫുഡ് കൊടുക്കുമ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ കൊടുക്കും. ഇപ്പോൾ ചില സമയത്ത് അവളെ ഞാൻ പാട്ട് കാണിച്ചു കൊടുക്കും, കുറേ കളിക്കാൻ കുറേ സാധനങ്ങൾ കൊടുക്കും. അപ്പോൾ എല്ലാം കൂടിയിട്ട് എന്താ പറയുക, അവളത് വലിച്ച് വാരിട്ടിട്ട് അവിടെ ആകെ, അല്ലെങ്കിൽ അവൾ ഫുഡ് കഴിക്കാൻ ഇരിക്കില്ല, ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഫുഡ് കഴിപ്പിക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഈ കഷ്ടപ്പാടൊക്കെ ചെയ്യണേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ടേബിൾ ഒരു വിധത്തിൽ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഹൈ ചെയർ ഉണ്ടോ, ഹൈ ചെയർ ഞാൻ എന്താ പറയുക, ഇടയ്ക്ക് എന്ത് ചെയ്യും, ഫുള്ളായിട്ടൊന്ന് കഴുകി നമ്മൾ നല്ല വെയിലത്തൊക്കെ വെച്ച് ഉണക്കും കേട്ടോ. ഇപ്പം ഞാൻ ചുമ്മാ ഒന്ന് തുടച്ചു വിടലോ, ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചു വിടല്ലോ കേട്ടോ. എപ്പോഴും അങ്ങനെ കഴുകി ഉണക്കി നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അവൾ കഴിക്കുന്ന പാത്രം ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതാണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഈ ഹൈ ചെയർ നല്ലൊരു സംഭവമാണ് കേട്ടോ. എല്ലാ കുട്ടികൾക്കും ഹൈ ചെയർ വാങ്ങുന്നത് ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ ഫുഡ് തന്നേക്ക് കഴിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ലതാണ്. ഇവളിങ്ങനെ ചോറിങ്ങനെ തന്നേക്കൊന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ കണ്ടോ, ഭക്ഷണം കൊടുത്തതിൻ്റെ ഒരു അംഗവും ഏതായാലും ഭക്ഷണം കഴിച്ച് പോയതിൻ്റെ അംഗമാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇത് വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ ഒരു സമയം ഏകദേശം ആവും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം ഉണ്ണിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ പാത്രം കഴുകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അതിൻ്റെ ഇടയിൽ അതൊരു കുട്ടി ജനാലക്കൂടെ നോക്കിയപ്പോൾ ഞാൻ അവളെ കണ്ട് കൈ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പാത്രം കഴുകൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഫുഡ് പെട്ടെന്ന് കഴിക്കില്ല കേട്ടോ. എനിക്കാണെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞ് സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വേഗം ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇപ്പം നടക്കില്ല. അപ്പോൾ ഇതൊരു കുട്ടി ഇപ്പം അമ്മമ്മയുടെ ഒപ്പം ഉണ്ടെങ്കിലും അവളെങ്ങനെ അകത്ത് കയറി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം വന്ന പിന്നെ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ എന്നെ. അപ്പോൾ അവളിങ്ങനെ വാലി തൂങ്ങി നടക്കും. അപ്പോൾ അത് കാരണം ഞാൻ അവൾ വരുന്നതിന് മുന്നേ തന്നെ എല്ലാം വേഗം കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനാണെങ്കിലും ചേട്ടൻ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഒരു 4 മണിക്ക് ആകുമ്പോഴാണ് ചേട്ടൻ ഫുഡ് കഴിക്കാൻ വരിക. അപ്പോൾ ചേട്ടന് കുറച്ച് നേരം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ. അപ്പം പിന്നെ ചേട്ടന് ജോലിക്ക് കയറും കേട്ടോ. അപ്പോൾ ഇതൊരു കുട്ടീനെ ഇപ്പം ആരെങ്കിലും ഒപ്പം അവൾക്ക് കളിക്കാൻ വേണം, ഈ ഒരു പ്രായത്തിൻ്റെ ഞാൻ തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ചുമ്മാ ഈവനിങ് ഒന്ന് ചുമ്മാ കറങ്ങാനൊക്കെ പോകും കേട്ടോ. അവൾക്കും വേണ്ട ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത്രയും ദിവസം മഴയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അത്യാവശ്യം മഴയുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ അത് കാരണം പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ചേട്ടന്മാർക്കുള്ള കാരണം ഒരു കുട്ടിക്ക് രാവിലെയൊക്കെ നല്ല ടൈം പാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ പെട്ടെന്ന് എനിക്കാണെങ്കിൽ പാത്രം പെട്ടെന്നൊന്നും കഴുകി ഞാൻ അങ്ങൊരു നിൽക്കും. അപ്പോൾ കുറേ ആയിട്ടാണ് ഞാനിന്ന് കഴുകിക്കൊണ്ടേയിരിക്കുന്നു.
അങ്ങനെ ഒരു വിധത്തിൽ പാത്രം കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ തന്നെ ബാക്കി ക്ലീനിങ്ങിലേക്ക് കിടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ പാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വീട് മൊത്തം ഒന്ന് നടുക്കുട്ടി കഴിച്ച ഭാഗമൊക്കെ വൃത്തിക്കേടായിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ഞാൻ അവിടെ വൃത്തിയാക്കേണ്ട ഒപ്പം തന്നെ ഞാൻ വീട് മൊത്തം എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കും കേട്ടോ ആ ടൈമിൽ. അപ്പോൾ അങ്ങനെതാ ഇനി പാത്രം കഴുകലാണ്, അത് കാണാം. അപ്പോൾ നമുക്ക് കമൻറ്റ് വരാറുണ്ട് കേട്ടോ, ക്ലീനിങ് വീഡിയോസ്, ഡീപ്പ് ക്ലീനിങ് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ വിചാരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല. കാരണം അതിൻ്റെ ഒരു സ്ട്രെസ്സിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അത് വീഡിയോ ക്യാമറ സെറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കില്ല കേട്ടോ. പെട്ടെന്ന് പണി കഴിഞ്ഞ് പണ്ടൊക്കെ ആണെങ്കിൽ തുറുക്കുട്ടി കളിക്കാൻ എങ്ങനെയും പോയി കഴിഞ്ഞാൽ എന്നെ അങ്ങനെ അന്വേഷിക്കാറില്ല. ഞാൻ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കാലത്ത് ജോലിക്കൊക്കെ പോയിരുന്നില്ല. അപ്പോൾ ഒക്കെ നല്ല കുട്ടിയായിരുന്നു. ഇപ്പം ഞാൻ ജോലിക്കൊന്നും പോകാതെ ഈ വീട്ടിൽ തന്നെ ഇരിപ്പായി. ഇപ്പോൾ മൂപ്പരാൾക്ക് ഇപ്പോൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് കണ്ടില്ലെങ്കിൽ വിഷമമാണ്. അപ്പോൾ അത് കാരണം വേറൊരു കാര്യങ്ങളും സമാധാനത്തിൽ ചെയ്യാൻ സമ്മതിക്കില്ല അവൾ. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഫോണൊന്നും എടുക്കാൻ സമ്മതിക്കില്ല. ഫോൺ എടുക്കാൻ നോക്കിയാൽ അവൾ അപ്പോൾ നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചു വാങ്ങോട്ടെ. കാരണം ഞാൻ അവളുള്ളപ്പോൾ ഫോണൊന്നും പരമാവധി യൂസ് ചെയ്യില്ല. ഞാൻ അവൾ ഉറങ്ങുമ്പോഴേക്കാണ് കേട്ടോ ഫോണൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലും വീഡിയോസ് കാണാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കുട്ടി എന്നെ അന്വേഷിച്ച് വന്നു, പറഞ്ഞപ്പോൾ തന്നെ വന്നു ആൾ. അപ്പോൾ ഞാൻ എന്നെ വിളിക്കുകയാണ് അവൾ കളിക്കാൻ. എൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ അവളെന്നെ പിന്നെയും ഇതുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കുക ചെയ്തു. എന്നിട്ട് ഇതാ ബാക്കി കാര്യങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ ചോറ് നമ്മൾ കുറച്ച് ചോറ് നമ്മൾ ഫ്രിഡ്ജിക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് വെക്കും. നമ്മൾ യൂസ് ചെയ്യില്ല, ചിലപ്പോൾ നമ്മൾ പട്ടിയും പൂച്ചയ്ക്കൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ബാക്കി ചോറ് നമ്മൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ചില ഉണങ്ങിയതും അതുപോലെ വെള്ളം മാറുന്ന പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ കുറേ പാത്രങ്ങൾ അനാവശ്യമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ഇരിക്കണമെന്ന് കാണുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ കുറേ അവിടെ ഇവിടെയും വലിച്ചു വാരി കിടക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ പരമാവധി ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്ഥാനങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എനിക്കങ്ങനെ കാണാനാണ് ഇഷ്ടം. അപ്പോൾ പരമാവധി ഏതെങ്കിലും പാത്രങ്ങൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ കഴുകി വെക്കും. എനിക്കത് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമില്ല. ഇപ്പോൾ ഇത് കൊണ്ടു അപ്പോൾ ഈ ഒരു സ്റ്റൂളും ഗാലങ്കോലായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ അവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂടി അത് ഇത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ പണികളുടെ ഇടയിൽ വന്നു പോകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതങ്ങനെ ഇവിടെ ഇരുന്ന് പോകുന്നത്. അപ്പോൾ ഞാനതൊക്കെ മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതേ ഉണ്ടമുളകൊക്കെ നമ്മുടെ പറമ്പിൽ ഉണ്ടായിട്ടുള്ള മുളകളാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ദുരുക്കുട്ടിയാണെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് വേഗം എടുത്ത് കൊണ്ടുപോട്ടാം. അപ്പോൾ ആൾക്കറിയില്ലൊരു എരിവുള്ളതാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങനെ വലിച്ചു വാരിണ്ടതിന് പകരം ഒരു പാത്രത്തിലിട്ടേക്ക് വെച്ചിട്ട് അങ്ങനെ ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ആ ഭാഗം നമ്മുടെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ചായ വെക്കൽ. ഇപ്പോൾ ചേട്ടന് ചായ വെക്കലൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ചായ വെച്ചു. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വലിയ കുക്കിംഗ് എന്ന് പറയാനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ രാത്രിയാണ് മെയിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചൂടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ചേട്ടന് ഇപ്പോൾ പാൽ ചായ എന്നൊക്കെ മാറി കട്ടൻ ചായയാണ് കേട്ടോ ആൾ കുടിക്കുന്നത്. അതും വിത്തൗട്ട് ഷുഗറാണ്. അപ്പോൾ ചേട്ടനത് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു വേഗം. അങ്ങനെ ചേട്ടൻ കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ദുരുക്കുട്ടിയൊക്കെ കളിച്ചിട്ട് ഒരു വിധത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വീട് ഓൾറെഡി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മഴയായി കാരണം തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് കേട്ടോ. അതാണ് ആ കസാരയിൽ ദുരുക്കുട്ടിയുടെ കുറച്ച് പാൻസ് കിടക്കണം. വെയിൽ കണ്ടപ്പോൾ അവിടെ എടുത്ത് വെച്ചിട്ട് തിരിച്ച് മഴ പെയ്തപ്പോൾ കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ പിള്ളേർ ഗെയിം ഇപ്പോൾ ചേട്ടൻ്റെ PS5 ഉണ്ട്. അപ്പോൾ അത് കാരണം പിള്ളേരെ കൊണ്ട് അങ്ങനെ ഗെയിം കളിപ്പിക്കില്ല. ഇടയ്ക്ക് വരുമ്പോൾ അവർക്ക് കളിക്കണം എന്ന് പറയുമ്പോൾ പാപ്പം വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ദിവാങ്കോട്ടിൻ്റെ അതാ വീട്ടിൽ ആര് വന്നിരുന്നാലും ഇതാ കലങ്കോലൊക്കെ ഇട്ടേ പോവുള്ളൂ. പക്ഷേ പിന്നെ അത് തിരിച്ചുണ്ടെങ്കിൽ നമ്മളൊക്കെ വേണം കേട്ടോ കറക്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചു. അങ്ങനെ എല്ലാം സെറ്റായി. പിള്ളേർ പോയിട്ട് പക്ഷേ പിള്ളേർ വരുന്നത് രസമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ദുരുക്കുട്ടിക്ക് ഒരു നേരം പോക്കെന്ന് പറയുന്നത് ചേട്ടന്മാർ വരുന്നതാണ്. പക്ഷേ ചേട്ടന്മാർ ഗെയിമിൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ദുരുക്കുട്ടീനെ അങ്ങനെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ പിന്നെ തുടക്കുകയാണ്. അപ്പോൾ ദുരുക്കുട്ടി പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യണ കാരണം ദുരുക്കുട്ടിക്കും പുറത്ത് കളിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വെയിലുള്ളപ്പോഴാണ് മൂപ്പരുകൾ ഭയങ്കര ആക്റ്റീവ് കേട്ടോ. അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ ഈ ശനിയാഴ്ച ദിവസം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. ഒരു രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ ഇങ്ങനെ നിൽക്കാതെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ധ്രുക്കുട്ടി ഇപ്പോൾ ടോയ്സ് വെച്ച് കളിക്കലൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അവളെ വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കേണ്ടതന്നെ ഉള്ളൂ. വല്ലപ്പോഴുമാണ് അതൊക്കെ ഒന്ന് എടുത്ത് കളിക്കുക. അപ്പോൾ കണ്ണി കണ്ടന്നെ മേലെ കയറലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഓരോരോ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന രീതിയിലുള്ള കളിക്കില്ല, അതാണ് ഇപ്പോഴത്തെ മെയിൻ ആളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അവിടെ ഒന്ന് നല്ല വൃത്തിയാക്കി. പിന്നെ ഇത് റൂമിൽ ഇതുപോലെ തന്നെ കുറേ ഡ്രസ്സുകൾ, നമ്മൾ ഉണക്കിയെടുത്ത ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ധ്രുക്കുട്ടിയുടെ ആ ഷെൽഫ് പോലത്തെ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സംഭവമാണ്. അത് ഏകദേശം ആയി, കാരണം അതിൽ തുണികൾ നിറഞ്ഞ് അതിന് സിബൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ. ഇനി വേറൊന്ന് വാങ്ങണം. അപ്പോൾ ഞാൻ അതും കലങ്കോലപ്പെട്ടിരിക്കുകയാണ്, അതും വൃത്തിയാക്കിയിട്ടില്ല. അതും കുറേ ദിവസമായി വൃത്തിയാക്കിയിട്ട്. അപ്പോൾ അത് നല്ലൊരു വെയിൽ കാണുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കണം വിചാരിച്ചിരിക്കുക കേട്ടോ. പിന്നെ വെയിൽ വരണം. അപ്പോൾ ഏകദേശം ഉണങ്ങിയതും ചെറുതായിട്ട് ഉണക്കക്കുറവുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉണക്കക്കുറവുള്ളത് ചെറുതായിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അത് ഷെൽഫിലേക്ക് എടുത്ത് വെച്ചില്ല, ഒരു മണം വരും. അപ്പോൾ അത് കാരണം അത് ഞാൻ പുറത്ത് തന്നെ വെച്ചു. പെട്ടെന്ന് വേണമെങ്കിൽ യൂസ് ചെയ്ത് പോകണമെങ്കിൽ യൂസ് ചെയ്യാൻ ഒന്ന് തേച്ചിട്ടിട്ടാൽ മതിയല്ലോ വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ അടക്കി ഒതുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പില്ലോസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് പിള്ളേർ വരുമ്പോഴും ബെഡിലൊക്കെ കയറി ചവിട്ടി കൂട്ടും. അപ്പോൾ അത് ഒന്ന് പൊടിക്കും തട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെയും കൂടി ഒന്ന് തുടച്ചു. അപ്പോൾ ഓരോ ഭാഗം ഞാൻ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ ഓരോ ഭാഗം തുടച്ച് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തുടച്ച് പോവാണ് കേട്ടോ. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വലിയ വിശദമായിട്ടൊന്നും തുടയ്ക്കില്ല, വേഗം തുടച്ച് പോവാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അടക്കളയും പിന്നെ ധ്രുക്കുട്ടി ഫുഡ് കഴിച്ച ഭാഗം അവിടെ നിറച്ച് വറ്റും കാര്യങ്ങളൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ലാസ്റ്റ് അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കുകയാണ് ഞാൻ. അപ്പോൾ അതോടുകൂടി നമ്മുടെ മെയിൻ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ആ സമയത്തെ. ഹായ് ഗൈസ്, അപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ഈവനിങ്ങിൻ്റെ മെയിൻ ക്ലീനിങ്, അതായത് ഇപ്പോൾ ഉണ്ണിക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈവനിങ്ങിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഏതാണ്ട് വീടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കണം. ചോറ് കാപ്പി ഒരുമിച്ചായി പോയി. ചോറ് ഞാനിത് ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ബെഡ്റൂം കൂടെ തുടയ്ക്കണം. അത് ഭക്ഷണം കഴിച്ചിട്ട് തുടയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കിട്ടില്ല, പിന്നെ വൈകും. അപ്പോൾ തന്നെ കുറേ നേരം 6 മണി സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇനി കാണാം. പിന്നെ വീടൊന്ന് കാണിച്ചു. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം കൂടി കാണുമ്പോൾ ഒരു ആത്മനിർവൃതിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ വീട് എപ്പോഴും ഇങ്ങനെ നല്ല ഒതുക്കത്തിലിരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പിള്ളേരുള്ള വീട്ടിൽ പൊതുവേ ഇങ്ങനെ നടക്കാത്തൊരു കാര്യമാണ്. പിള്ളേരില്ലെങ്കിൽ കൂടി ചില സമയത്ത് ഇതുപോലെ അലങ്കോലാവും. പക്ഷേ പിള്ളേരുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പം ഏകദേശം ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. കിച്ചണും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി മെയിൻ ഫുഡ് കഴിക്കാനാണ് വിചാരിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ വേഗം കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ വിശപ്പൊക്കെ ചാവും. എങ്ങനെയാലും കുറച്ച് ഫുഡ് കഴിച്ചു എന്ന് മാത്രം. പിന്നെ തുണികളുടെ കാര്യമാണ്, ഈ മഴയുള്ള സമയത്തൊരു ബുദ്ധിമുട്ട്, തുണി ഉണങ്ങാനും ഇതെല്ലാം കൂടി കൊണ്ടിടാനും സ്ഥലമില്ലാണ്ടൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങളിതിപ്പോൾ ഇവിടെ ഞങ്ങൾ താഴത്ത് എൻ്റെയും ചേട്ടൻ്റെ ഉണ്ണിയുടെ ഡ്രസ്സ് ഇടും, മേലെ അച്ഛൻ്റെ അമ്മയുടെ ഡ്രസ്സ് ഇടും കേട്ടോ. മേലെ ഉണ്ടാവില്ല അവിടെ. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉണക്ക കുറവുണ്ട്. അപ്പോൾ ഞാനത് അവിടെ അകത്ത് ഒരു ഏരിയ ഉണ്ട്, അവിടെ വിരിക്കാൻ വേണ്ടി കൊണ്ടുപോകണം കേട്ടോ. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഓണാക്കുന്നില്ല, പക്ഷേ തുണികൾ ഇടാച്ചിട്ടാണ് കേട്ടോ. എന്താ മഴ പെയ്ത് നല്ല കുളമായിട്ടുണ്ട് കേട്ടോ പിന്നിൽ. അപ്പോൾ വേഗം തന്നെ ഞാൻ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തെ സ്റ്റെപ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കോഴികളൊക്കെ ഉള്ളതിന് ഇടയ്ക്ക് വന്ന് കയറി വൃത്തികേടാക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ തുടയ്ക്ക് ഒന്ന് കഴുകി അവിടെ വൃത്തിയാക്കിയിട്ട് പിന്നെ കുറേ തുണികൾ അല്ലാണ്ട് ഉണ്ട് കേട്ടോ. വല്ല അഴുക്ക് ഇങ്ങനെ തുടയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു കുട്ടിയൊക്കെ മൂത്രം വയ്ക്കുമ്പോൾ അതൊന്നും തുടയ്ക്കാനൊക്കെയുള്ള തുണികളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകിയിട്ട് ഞാൻ പുറത്ത് തന്നെയാണ് ഇട്ടത്. മഴയുണ്ട് എന്നാലും ഏകദേശം വെള്ളം വന്നിട്ട് വെച്ചിട്ട് പുറത്ത് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുക്കണം. ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്, ചെറിയൊരു ചാറലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ആ പണി അങ്ങോട്ട് കഴിഞ്ഞുള്ളൂ വെച്ചിട്ട് അപ്പോൾ തന്നെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ ധ്രുക്കുട്ടിയുടെ കളിയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.